നിങ്ങളിപ്പോൾ ഒന്നുറങ്ങുന്നത് നല്ലതായിരിക്കും. നിങ്ങളൊരു ഡോക്ടറിനെ കാണുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ കുറച്ചു സമയം റെസ്റ്റ് എടുക്കുന്നത് നല്ലതായിരിക്കും. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഈ സെൻറ്റൻസുകളെല്ലാം ഒരാൾക്ക് ഉപദേശം നൽകുന്ന രീതിയിലോ അല്ലെങ്കിൽ സജഷൻസ് നൽകുന്ന രീതിയിലോ ആണ്. പൊതുവെ ഒരാൾക്ക് ഉപദേശം നൽകാൻ അല്ലെങ്കിൽ സജഷൻ നൽകാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഹാഡ് ബെറ്റർ ആണ്. ഹാഡ് ബെറ്റർ ചുരുക്കി നമുക്ക് ഇങ്ങനെയും എഴുതാം. ഹാഡ് ബെറ്റർ ഉപയോഗിക്കുമ്പോൾ ഹാഡ് ബെറ്ററിന് ശേഷം നമ്മൾ ബെയർ ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിക്കുക. ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഇല്ലാത്ത ബേസ് ഫോംസ്. ഹാവിൻ്റെ പാസ്റ്റ് ഫോമാണ് ഹാഡ്. എങ്കിലും ഹാഡ് ബെറ്റർ നമ്മൾ സാധാരണ പ്രസൻറ്റ് അതുപോലെ തന്നെ ഫ്യൂച്ചറിലുമാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. യു ഹാഡ് ബെറ്റർ ടെൽ ഹർ എവറിത്തിങ്. യു ഹാഡ് ബെറ്റർ ടെൽ ഹർ എവറിത്തിങ്. ഐ ഹാഡ് ബെറ്റർ ഗോ ഹോം, ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ്. ഐ ഹാഡ് ബെറ്റർ ഗോ ഹോം, ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ്. യു ഹാഡ് ബെറ്റർ സ്ലീപ്പ് നൗ. യു ഹാഡ് ബെറ്റർ സ്ലീപ്പ് നൗ. ഇതെല്ലാം ഹാഡ് ബെറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള സെൻറ്റൻസുകളാണ്. ഹാഡ് ബെറ്ററിന് ശേഷം ഇവിടെയെല്ലാം ടു ചേരാത്ത ഇൻഫിനിറ്റീവ്സ് ടെൽ, ഗോ, സ്ലീപ്പ് എന്നിങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റൊരാൾക്ക് സജഷനോ അഡ്വൈസോ നൽകാൻ വേണ്ടി നമുക്ക് ഷുഡും ഉപയോഗിക്കാം. എന്നാൽ ഒരു വാർണിംഗ് എന്ന രീതിയിൽ അല്ലെങ്കിൽ അർജൻറ്റ് അഡ്വൈസ് എന്ന രീതിയിലാണ് നമ്മൾ ഹാഡ് ബെറ്റർ ഉപയോഗിക്കുക. ഷുഡാണെങ്കിൽ ജനറൽ അഡ്വൈസ് നൽകാനും. അതുപോലെ തന്നെ നെഗറ്റീവ് സെൻറ്റൻസിൽ ഹാഡ് ബെറ്റർ വരുമ്പോൾ സാധാരണ നമ്മൾ ഹാഡിന് ശേഷമാണ് നോട്ട് ചേർക്കാറ്. എന്നാൽ ഹാഡ് ബെറ്റർ ചേർന്ന സെൻറ്റൻസിലാണെങ്കിൽ ഹാഡ് ബെറ്ററിന് ശേഷമാണ് നോട്ട് ചേർക്കുക. വി ഹാഡ് ബെറ്റർ നോട്ട് ഗോ ടു ദി പാർക്ക്. വി ഹാഡ് ബെറ്റർ നോട്ട് ഗോ ടു ദി പാർക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹാഡ് ബെറ്റർ ആണ്. ഹാഡ് ബെറ്ററിന് ശേഷം നമ്മൾ ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ്സ് ആണ് ഉപയോഗിക്കുക. ഒരു വാർണിംഗ് എന്ന രീതിയിൽ അല്ലെങ്കിൽ അർജൻറ്റ് അഡ്വൈസ് എന്ന രീതിയിലാണ് ഹാഡ് ബെറ്റർ നമ്മൾ സാധാരണ ഉപയോഗിക്കുക. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.